ഇന്നും കൊടും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകൾ ഒഴികെ, അതായത് ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും. അതേപോലെ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കേട്ടോ. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും എന്നാണ് മുന്നറിയിപ്പ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വരും. കോട്ടയത്ത് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. തിരുവനന്തപുരം ജില്ലയിലെ താപനിലയെ നോക്കുകയാണെങ്കിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ അന്തരീക്ഷ ഈർപ്പവും 82% വരെ ഉയരും. ഈ അന്തരീക്ഷ ഈർപ്പം ഉയരുന്നത് കൊണ്ടാണ് പകൽ സമയത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പം ആ ഒരു കാലാവസ്ഥയായിരിക്കും ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടാവുക. ഈ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ, ഹ്യൂമിഡിറ്റി ഉയർന്ന അളവിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനുള്ള കാരണമുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് മതിയായ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നല്ല ഈ നേരിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി വേണം. കോട്ടൺ തുണികളൊക്കെ പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത കുറച്ചൊക്കെ നമ്മളൊന്ന് കെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില നമ്മളിപ്പോൾ തിരുവനന്തപുരം പറഞ്ഞു. തിരുവനന്തപുരത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. കൊച്ചിയിലേക്ക് വന്നാൽ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് ഇന്ന് കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസുമാണ്. അതേ കണ്ണൂരിൽ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസും അതേപോലെ കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ മൊത്തത്തിലൊരു താപനില പരിശോധിച്ചാലുള്ളത്. ചൂട് കൂടും എന്നുള്ളൊരു മുന്നറിയിപ്പ് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തെയും താപനില നോക്കുമ്പോൾ 2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും, വയനാടും ഇടുക്കിയും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു വാർത്ത